അപ്പോൾ ഗെയ്സ് വീണ്ടും നമ്മൾ സൂപ്പർ വൈറ്റ് റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ വെള്ളരിപ്രാവുകൾ വന്നിട്ടുണ്ട്. നമുക്ക് ഒരുപാട് എൻക്വയറി വന്ന് എല്ലാവരുടെയും അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പിങ്കും ഉണ്ട്. പിങ്കിൻ്റെയൊക്കെ ഏകദേശം സ്റ്റോക്ക് ഔട്ട് ആവാറായി. ഈ ഒരു സൈസിലെ പ്ലാന്റാണ് സൂപ്പർ വൈറ്റ് വരുന്നത്. ഈ ഒരു സൈസിലെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ. നല്ല പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചതിന് തൈ വരുമോയെന്ന്. ഭയങ്കര സ്ലോ ഗ്രോത്ത് ആണ്. ഇപ്പം നിങ്ങൾക്കൊരു ബുഷിയായിട്ട് ഒരു പോട്ട് നിറച്ച് വെക്കണമെങ്കിൽ ഒരു 3-4 പ്ലാന്റൊക്കെ ഒരുമിച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് നമുക്കൊരു പോട്ട് നിറച്ച് വെക്കാൻ പറ്റും. പിന്നെ ഒരു അടിപൊളി അട്രാക്ഷൻ തരുന്നൊരു കളർ കൂടിയാണ് ഈ ഒരു സൂപ്പർ വൈറ്റ്. നല്ല സൂപ്പറായിട്ടുള്ളൊരു അഗ്ലോണിമയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പെട്ടെന്ന് ഞങ്ങളെ ഒരു സൂപ്പർ വൈറ്റ് അഗ്ലോണിമ ഒരു പോട്ടിൽ ഒരു 4 എണ്ണമൊക്കെ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അപ്പം എല്ലാവരും പറയുന്നത് ഇത് ഒരു പ്ലാന്റ് ആയിട്ടൊക്കെ വെച്ചാൽ ഒത്തിരി നാൾ പിടിക്കത്തില്ലേ, ഇത് വളർന്ന് ബുഷിയാവാനെന്ന്. അപ്പം തീർച്ചയായിട്ടും സമയം എടുക്കും, കാരണം ഭയങ്കര സ്ലോ ഗ്രോത്ത് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ബുഷിയാക്കി വെക്കുന്നത് ഒരു 3-4 പ്ലാന്റൊക്കെ ഒരു പോട്ടിനകത്ത് വെച്ചിട്ടാണ് നല്ല ബുഷിയാക്കുന്നത്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് വിചാരിക്കുന്ന ഒരു ഭംഗി കിട്ടുന്നത്. പിന്നെ ഇതിന് പോട്ടിംഗ് മീഡിയ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. കൂടുതലും ഞാൻ അഗ്ലോണിമയ്ക്കൊക്കെ മണലാണ് മിക്സ് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് കോക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ കോക്കോ ചിപ്സ് കൂടി ഇടാം, കാരണം നല്ലതാണ് ഇതിൻ്റെ റൂട്ട്സൊക്കെ വരുന്നതിനും ഒക്കെ. പിന്നെ വളപ്രയോഗം ഞാൻ എന്തായാലും ബാസാക്കോട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഏകദേശം നമ്മൾ ആ ഒരു പ്ലാന്റിനെ ഒന്ന് ബുഷിയാക്കിയിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ബുഷി പ്ലാന്റ് ആയപ്പോഴത്തേന് നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ബുഷിയാക്കണമെങ്കിൽ ഒരു പോട്ടിൽ തന്നെ ഇതുപോലെ 3-4 എണ്ണമൊക്കെ ഒരുമിച്ച് വെച്ചിട്ട് ബുഷിയായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യാം. ഞാനിതൊരു വൈറ്റ് പോട്ടിനകത്ത് ഒരു ബ്ലാക്ക് പോട്ടിനകത്താണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഇറക്കി വെക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഇൻഡോർ വെക്കുമ്പോൾ മീഡിയം ലൈറ്റുള്ള പൊസിഷൻ നോക്കി വെക്കുക, അല്ലെങ്കിൽ ലീഫൊക്കെ പഴുത്ത് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ കറക്റ്റായിട്ട് ഫംഗിസൈഡും പെസ്റ്റിസൈഡും ഒക്കെ കൊടുക്കുക, സാഫ് അപ്ലൈ ചെയ്യുക.